ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും പറയേണ്ടതാണ്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഇത് നമ്മളൊരു സാരി വെച്ച് തയ്ച്ച ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഈ സാരിയുടെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 30 വർഷമെങ്കിലും പഴക്കമുണ്ട്. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് നമ്മൾ ഒരു ഫ്രോക്ക് തയ്ച്ചേക്കുവാണ്. അപ്പോൾ സാധാരണ നമ്മൾ പ്രിൻസസ് മോഡലൊക്കെ തയ്ക്കുമ്പോഴാണ് പെർഫെക്റ്റ് ഷേപ്പിന് നമുക്ക് ഇരിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ട് മോഡൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തയ്ക്കാൻ എളുപ്പമാകണമെന്നില്ല. അപ്പോൾ ഈ രീതി ഇത് വളരെ എളുപ്പമായിട്ട് തന്നെ തയ്ക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറയുന്നത് തീരെ കട്ടിയില്ലാത്ത ഒരു സാരി മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ലൈനിങ് എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ലൈനിങ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മളിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെടുക്കുന്ന ലൈനിങ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതിപ്പം ഒരു ലൈറ്റ് കളർ ഒരു സാരിയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ലൈനിങ് എടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഇരുന്നുകൊണ്ട് ഞാനിത് ചെയ്യുന്നുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കറക്റ്റ് ഏകദേശം ഒരു 2 മീറ്റർ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അംബർല ഫ്രോക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വിരിവി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു മീറ്ററും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈനിങ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സെയിം കളർ തന്നെ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ ഒരു കളർ നമ്മൾ വാങ്ങിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാം ഒറ്റ കളറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 1 മീറ്റർ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യോക്കിൽ വെക്കുന്നത് ഏറ്റവും അടിഭാഗത്ത് ഇരിക്കുന്ന ലൈനിങ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ സ്കേർട്ടിൽ വെക്കുന്നത്. അപ്പോൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ലൈനിങ് പാർട്ടിലാണ്. കാരണം സാരി തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സാരി തെന്നിപ്പോകും. അപ്പോൾ ലൈനിങ് നമ്മൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ യോക്കാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തുണി ലെവലിനല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഫ്രോക്കിൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുമ്പോൾ 32 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്ന ചെസ്റ്റ് അളവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നേരെ താഴത്തോട്ട് നമ്മൾ കൈക്കുഴി എന്ന് പറയുന്ന 6.25 കൈക്കുഴിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ആം റൗണ്ടിന് വ്യത്യാസമാണ്. ഇപ്പോൾ 32 ചെസ്റ്റ് സൈസ് ആണെന്നും പറഞ്ഞ് എല്ലാവർക്കും ആം റൗണ്ട് ഒരുപോലെ ആകണമെന്നില്ല. കൈയുടെ വണ്ണത്തിൽ വ്യത്യാസം കാണും. അപ്പോൾ അതും കൂടെ നോക്കിയതിന് ശേഷം മാത്രമാണ് കൈക്കുഴിയുടെ അളവും ഇല്ലെങ്കിൽ ഇറക്കവും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും കൂടെ നേരെ വരച്ച് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ഇറക്കം എടുത്തതിന് ശേഷം ഇനി നമ്മൾ കഴുത്തിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കുറച്ചും കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ 6 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ 4 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന റൗണ്ട് നെക്കാണ് വെക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ ഷേപ്പ് വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാരിക്ക് തീരെ കട്ടിയില്ല. അപ്പോൾ റൗണ്ട് നെക്കാണെങ്കിൽ കൂടെ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള സാരിയൊക്കെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് റൗണ്ട് നെക്കും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കർവ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ട് നെക്കിൽ തന്നെ വരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ നമ്മുടെ കൈക്കുഴി ഒന്നുകൂടെ കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങളത് കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 32ആണ്. 32നെ നമ്മൾ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 8ആണ് കിട്ടുന്നത്. 8ൻ്റെ കൂടെ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് 2 ഇല്ല 2.5 ഇഞ്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് തയ്യൽ തുമ്പിനൊക്കെ കിട്ടാനായിട്ട്. ഇനി നമ്മുടെ യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 13.5 ഇഞ്ചാണ് എടുക്കുന്നത്. 13.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ അടിച്ചു പോകും. അതുപോലെ തന്നെ സ്കേർട്ടുമായിട്ട് കൂട്ടിയടിക്കുമ്പോൾ അവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇല്ല 1 ഇഞ്ച് പോകും. അപ്പോൾ അതെല്ലാം കൂട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ യോക്കിൻ്റെ അളവെടുത്തതിന് ശേഷം യോക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ. ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രിൻസസ് കട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്റ്റെപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് അതേ രീതിയിലൊന്നും 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് ഇതുപോലെ നിങ്ങൾ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഏകദേശം ഒരു ടക്ക് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. ഇത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇത് ഒരുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതാണ്.
അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് ഇടത് സൈഡിലോട്ടും 1/2 ഇഞ്ച് വലത് സൈഡിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഈ കാണിക്കുന്ന പോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളതൊരു മുകളിലത്തെ ലൈനുമായിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ തന്നെ നമ്മളത് തുണി മടക്കിയതിന് ശേഷം മടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് എന്ന് പറയുന്ന പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ചിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഇതേ രീതിയിലും കൂടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേസ്റ്റിൻ്റെ അളവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ലൂസിനും കൂടെ വേണ്ടിയിട്ട് നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ ടക്കിന് വേണ്ടി 1 ഇഞ്ചാണ് നമ്മൾ അടിച്ചു പോകുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തതിനായിട്ട്. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൽ മാർക്ക് ചെയ്ത ആ പോയിൻറ്റും വേസ്റ്റിൽ മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ബാക്ക് പീസിനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പീസ് മാറ്റി വെച്ചതിന്, അതായത് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ കഴുത്തും അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു അളവാണ് നമ്മുടെ സാരി മെറ്റീരിയലിൻ്റെ മുകളിലോട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മളിത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്തെ മെറ്റീരിയലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളിത് ആദ്യമേ വിരിച്ചിട്ട് 2ആയിട്ട് മടക്കിയിട്ടേക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടേ, 2ആയിട്ട് മടക്കിയിട്ടു. വീണ്ടും നമ്മളത് ക്രോസ് ആയിട്ട് മടക്കിയിടണം. കാരണം നമ്മൾ അമ്പർലയാന്ന് പറഞ്ഞു, അമ്പർല ഉടുപ്പാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും നമ്മളത് ക്രോസായിട്ട് എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തുണി ലെവലിനല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ക്രോസായിട്ട് മടക്കി ഇടേണ്ടതാണ്. അപ്പോൾ ക്രോസായിട്ട് മടക്കിയിട്ട് അളവെടുത്തതിന് ശേഷം നിങ്ങളത് മിച്ചമുള്ള തുണി കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ തുണി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ പാർട്ട് ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ അളവുള്ളത് ആ അളവിന് ഇതുപോലെ വരച്ച് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ യോക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടി ഇതിന് എടുക്കണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചോളൂ. കുറച്ചും കൂടെ എളുപ്പം ചെയ്യാനായിട്ട് നിങ്ങൾ അളവെടുക്കുമ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയതിന് ശേഷം മാത്രമാണ് സ്കേർട്ടിൻ്റെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മെയിൻ സ്കേർട്ടിനെക്കാട്ടിലും 2 ഇഞ്ച് ഇറക്കം കുറവായിരിക്കണം നമ്മുടെ ലൈനിങ്ങിന്. അപ്പോൾ അത് ഒരേ ലെവലിൽ നിൽക്കണമെന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിനെക്കാട്ടിലും കുറച്ച് ഇറക്കം കുറച്ചാണ്, 2 ഇഞ്ച് ഇറക്കം കുറച്ചാണ് നമ്മുടെ ലൈനിങ്ങിന് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് കറക്റ്റ് ഇറക്കത്തിൽ തന്നെ നമുക്ക് തുണിയിൽ കുറച്ച് ഷോർട്ടേജ് വന്നു. അപ്പോൾ അത് മിച്ചം തുണിയിൽ നമ്മൾ അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് തുണി തികയാതെ വരുമ്പം എങ്ങനെ അത് കൂട്ടിയടിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇടാമെന്നാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളത് മിച്ചം കട്ട് ചെയ്ത തുണി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ മിച്ചം. അപ്പോൾ അത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതേ ലെവലിന് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ നിങ്ങൾക്കത് വരയ്ക്കുകയും ചെയ്യാം, പേനയോ ചോക്കോ എന്തെങ്കിലും വെച്ച്. അപ്പം നമുക്കിത് കാണാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതേ അളവിൽ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. കണ്ടോ, കട്ട് ചെയ്തെടുത്തപ്പോൾ ആ തുണിയുടെ അവിടുത്തെ ഷോർട്ടേജ് മാറിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കൂട്ടിയടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും അടിഭാഗം മടക്കി അടിക്കാം, ഇല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാരിയുടെ നമ്മൾ യോക്ക് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സാരിയുടെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം മാക്സിമം നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം തീരെ കട്ടിയില്ലാത്തതായതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതേ രീതിയിൽ ചെയ്താൽ മതി. ഇത് നമ്മുടെ സാരിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് 8ആയിട്ടാണ് നമ്മൾ മടക്കിയിട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ യോക്ക് ആദ്യമേ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തപ്പോൾ 2ആയിട്ടാണ് യോക്ക് മടക്കിയത്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടു. കാരണം നമുക്ക് സാരിക്ക് നീളക്കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും യോക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ അളവെടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 30 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ എന്ന് പറയുമ്പം 28 ഇഞ്ചായിരിക്കും ഇറക്കമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പം സ്ലീവ് കറക്റ്റ് ലെവലായിട്ട് വെക്കാനായിട്ട് മാക്സിമം നിങ്ങൾ നോക്കണം. അപ്പോൾ തുണി തെന്നി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല, കൂടാതെ തന്നെ നമ്മൾ പഫ് സ്ലീവാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ തുണിയുടെ വിരിവെന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ മടക്കി അടിക്കുന്നതെല്ലാം കൂടെ നോക്കിയതിന് ശേഷം മാത്രമാണ് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ
ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 3 ഇഞ്ചിൽ നിന്ന് സ്കെയിൽ ഉപയോഗിച്ചോ ഇല്ലോ ടേപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ചെരിച്ച് നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ ചെരിച്ചായിരിക്കും ആ ലൈൻ ഇരിക്കുന്നത്. ആ ചെരിഞ്ഞിരിക്കുന്ന ലൈനിൻ്റെ കറക്റ്റ് നേർപകുതി എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 22 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ നേർപകുതി 12 ആയിരിക്കും. ആ 12 ഇഞ്ച് ഇതുപോലെ നമ്മൾ നേർപകുതി കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു സൈഡ് നമ്മൾ കുഴിച്ച് വരയ്ക്കണം, മറു സൈഡ് നമ്മൾ മുകളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമെന്ന്. അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഒരു ഇഞ്ചൊക്കെ വീതിയിൽ ഇതുപോലെ ചെരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, അടിഭാഗത്ത് നമ്മൾ ഒരുപോലെ തന്നെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുണി തെന്നിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തെന്നിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇനി നമ്മൾ വരച്ച ലൈനിൽ കൂടെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് സ്ലീവ് കിട്ടുന്നത്. ഇനി തയ്ക്കാൻ നേരത്ത് അതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തയ്ക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.